الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا أيها الإخوان والأخوات أوصيكم أولا اتقوا الله وعباد الله. ഏതൊരല്ലാഹുവാണോ നമ്മളൊക്കെ പടച്ചുണ്ടാക്കി വെള്ളവും ഭക്ഷണവും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് വീണ്ടും വീണ്ടും ഒരുപാട് നിഅമത്തുകൾ തന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരല്ലാഹുവാണോ? ഈ മസ്ജിദിന്റെ ചുറ്റുമുള്ള ചെടികളെല്ലാം വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പച്ച ഇലകളൊക്കെ വളർന്ന് വലുതാക്കുന്നത് അത് പരിപാലിക്കുന്നവനായ റബ്ബ്, ആ റബ്ബിൻ്റെ ഈ മസ്ജിദിൻ്റെ ചുറ്റും മാത്രമല്ല, ഈ കണ്ണൂർ ജില്ലയിലും കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനും സംവിധായകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിഅമത്തിലും അനുഗ്രഹത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധത്തോടെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളുമായിട്ട് വേണം ഓരോ വെള്ളിയാഴ്ചയും ദർഗാ ശരീഫിൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞിട്ടിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ബോധനം ചെയ്യുന്ന ജുമാ ഖുതുബയുടെ അതിൻ്റെ തന്നെ ആവർത്തനം പോലെയാണ് എല്ലാ വെള്ളിയാഴ്ചയും ലോകത്തിൻ്റെ നാനാഭാഗത്തും മസ്ജിദുകളിൽ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച് ചേരുന്നത്.
നമ്മുടെ മസ്ജിദിൽ ചേരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ ദൂരെ കൂടെ നടന്നു പോകുന്ന ആളെങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ദാ പോകുന്ന ആളെ കണ്ടോ? ആ പോണ മനുഷ്യൻ സ്വർഗത്തിലാണ്." നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പറയാം, "ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്." പെട്ടെന്ന് സഹാബത്ത് അങ്ങോട്ട് നോക്കി. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ഈ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ സ്വർഗാവകാശി എന്നൊരു സംശയമോ നബി പറഞ്ഞാൽ പിന്നെ രണ്ടാമത് വർത്താനില്ല. എന്നാലും അവർക്കൊരു സംശയം, അല്ലാഹുവിന്റെ റസൂൽ എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ സഹാബത്ത് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. 2 ദിവസത്തോളം ഫോളോ ചെയ്തതാണ്. 2 ദിവസത്തോളം ആ മനുഷ്യന്റെ നടപ്പ്, ആ മനുഷ്യൻ പള്ളിയിൽ പോയത്, ആ മനുഷ്യൻ വീട്ടിലെങ്ങനെയാണ്, കുടുംബക്കാരോട് എങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ സ്വർഗാവകാശിയാകാൻ കാരണമുള്ള ഒരു പ്രത്യേകമായൊരു ക്വാളിറ്റി ഒന്നും അദ്ദേഹത്തിൽ കാണാൻ ഈ കൂടെയുള്ള സഹാബത്തിന് സാധിച്ചില്ല. അവർ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, "യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഈ മനുഷ്യനെ ഫോളോ ചെയ്തു. ഈ മനുഷ്യനിൽ പ്രത്യേകിച്ചൊരു ക്വാളിറ്റി ഞങ്ങൾ കാണുന്നില്ല. എങ്ങനെയാണ് സ്വർഗാവകാശി?" എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, "ഈ മനുഷ്യന്റെ ക്വാളിറ്റി 2 എണ്ണമാണ്. 2 ക്വാളിറ്റിയാണ്. ഒന്ന്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മനുഷ്യന് ഒരാളോട് മനസ്സിലൊന്നുമില്ല. കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കും, സാധുവാണ്, ഇഖ്ലാസ് ഉള്ള മനുഷ്യനാണ്. ഒരാളോടും ഒരു വെറുപ്പോ പകയോ വിദ്വേഷമോ കിബറോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീരസം പോലും ഇല്ലാതെ ശുദ്ധ മനസ്കനാണ് അയാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ. ഇതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത." രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ഈ മനുഷ്യനെ വെറുക്കുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തോ ഈ ലോകത്തോ ജീവിച്ചിരിപ്പില്ല." ഇയാൾക്ക് ലോകത്തോട് ഒരാളോടും മനസ്സിലൊരു പകയില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. അയാളുടെ മനസ്സ് ക്ലീനാണ്. അയാൾ സ്വർഗാവകാശിയാണ്. പ്രത്യേകിച്ച് ഒരു അമലൊന്നും ചെയ്യുന്നില്ല, സാധാരണ പോലെ നിസ്കരിക്കുന്ന സാധാരണ മനുഷ്യൻ. അപ്പൊ മനസ്സിലാണ് കാര്യം. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, കൽബങ്ങളുടെ ഉദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ മനുഷ്യന്റെ മനസ്സാണ് നന്നാവേണ്ടത്. ഏറ്റവും പ്രധാനത നിസ്കരിച്ചോണ്ട് കാര്യമുണ്ടോ? നോമ്പ് വെച്ചോണ്ട് കാര്യമുണ്ടോ? നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നിസ്കാരവും പിന്നെ അതുപോലെ വേഷം തൊപ്പിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? വസ്ത്രം നന്നായതുകൊണ്ട് കാര്യമുണ്ടോ? കൽബിന്റെ അകം, മനസ്സ് നന്നാവുക, സന്മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഹിദായത്ത് എന്നൊരു വാക്കുണ്ട്. അപ്പോൾ വാദി ഹുദയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഹിദായത്ത് എന്നുള്ള വാക്ക് നമ്മൾ ആലോചിക്കണം. ഹുദ, സന്മാർഗം, സ്ട്രൈറ്റ് പാത്ത്. ആ ഹുദ കിട്ടണമെങ്കിൽ, ഹിദായത്ത് കിട്ടണമെങ്കിൽ തഖ്വ ഉണ്ടാവണം. തത്വ ഉണ്ടാവണേ, മനസ്സ് നന്നാവണം. മനസ്സ് മോശമായി പോയി, സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. പൈസ ഒരുപാട് ഉണ്ടാക്കാൻ ഒരാൾക്ക് സാധിച്ചേക്കും. സൗന്ദര്യം തന്നെ ഇപ്പം പല സംവിധാനങ്ങളുണ്ടല്ലോ, പലതും ചെയ്തിട്ട് മുഖം ഭംഗിയാക്കാം. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. നല്ല കണ്ടാൽ നല്ല വേഷവും ഡ്രസ് കോഡും കണ്ടാൽ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ നിന്നിട്ടും കാര്യമില്ല. ആളുടെ കൽബിന്റെ അകം നന്നായോ ആള് നന്നായി. ഇതുപോലെ വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ സാധാരണ വെള്ളിയാഴ്ച പൊതു അവധിയാണ്. ഒരു ദിവസം കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് അവരെ നാട്ടിൽ നിന്ന് കാറിൽ പുറത്തേക്ക് ഒരു ട്രിപ്പ് പോകണം. ആ യാത്ര പോകുന്ന സമയത്ത് അവർ അവരുടെ പ്ലാൻ ശരിയായ പ്ലാനിങ് അല്ല, തെറ്റായ പല വഴിക്കും പോകാനുള്ള പ്ലാനിങ് ആണ്. പ്രത്യേകിച്ച് ജുമ സ്കിപ്പ് ചെയ്യാനാണ് അവരുടെ പരിപാടി. കാരണം യാത്രക്കാർക്ക് അങ്ങനെ ഒരു ഇളവുണ്ട്, പക്ഷെ അത് സ്കിപ്പ് ചെയ്യാനുള്ള ദുരുദ്ദേശത്തോടു കൂടി അവർ യാത്ര പോവാണ്. പോകുമ്പോൾ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിയിട്ട് ഇവരുടെ ഒരു സുഹൃത്തിനെ കൂടി വിളിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ജുമയുടെ ദിവസം പറ്റൂല, മറ്റൊരു ദിവസം ഞാൻ വരാതെ പറഞ്ഞു. പക്ഷെ അവൻ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി. അങ്ങനെ ആ കാറ് പുറപ്പെട്ടു. ഇവൻ വല്ലാതെ
ടെൻഷൻഡാണ്. ഇവര് ജുമയുടെ കാര്യം വെള്ളിയാഴ്ചയാണെന്ന് പള്ളിയിലെത്തണമല്ലോ. അങ്ങനെയാണല്ലോ വെള്ളിയാഴ്ച നമ്മൾ നഖം വെട്ടും, പ്രത്യേകമായി സാധാരണ കുളിക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് നന്നായിട്ട് കുളിക്കും. നന്നായിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് പള്ളിയിൽ വരുന്ന ദിവസമാണ് നേരത്തെ അത് ജുമയെ ആദരവുള്ളത്. അത് ഖുർആന്റെ കൽപ്പനയാണ്. അപ്പോൾ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരു വിഷമം, എനിക്ക് ജുമ കിട്ടൂലേ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവര് ടൗൺ ഏരിയ ഒക്കെ വിട്ട് ഡെസേർട്ടിലൂടെ മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങി. മരുഭൂമിയിൽ രണ്ട് സൈഡിലും ചുറ്റുഭാഗത്തും മരുഭൂമി മാത്രം, വേറൊന്നുമില്ല. അങ്ങനെ അവരിങ്ങനെ ലോങ് ഡ്രൈവിലാണ്. അപ്പോൾ ഇവര് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ചുപൊളി യാത്രയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ജുമ എണീറ്റിട്ട് തുറന്നു വെക്കും. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് അടങ്ങി, ഇവനെ കൊണ്ടുവന്ന് വലിയ ശല്യമായല്ലോ, നമ്മുടെ യാത്ര മുടങ്ങുന്നാ തോന്നുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവനെ ബാക്കിലെ സീറ്റിലേക്ക് മാറ്റിയിരുത്തി. അപ്പോൾ അവന് നല്ല ക്ഷീണം കൊണ്ട്, നല്ല ചൂടുള്ള മരുഭൂമിയാണ്, എല്ലാവരും ഒന്ന് ഉറങ്ങിയ സമയത്ത് അവന്റെ ബോധത്തിലേക്ക് ഒരു സ്വപ്നം. അവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഗ്ലാസ്സിലൂടെ കാണുന്നത് ഓരോ നാടിന്റെ പേര് അറബിയിൽ പച്ച ബോർഡിൽ എഴുതി വെച്ചിട്ട് 200 മീറ്റർ 500 മീറ്റർ അങ്ങനെ കണ്ട് ഇങ്ങനെ അറിയാതെ മെല്ലെ കണ്ണടഞ്ഞു. ഉറക്കത്തിൽ പെട്ടെന്ന് അവൻ കണ്ട ഒരു ബോർഡ്, ജഹന്നം 100 മീറ്റർ. ജഹന്നം 100 മീറ്റർ. പിന്നെ 100 മീറ്റർ കൊണ്ട് നരകം മുമ്പിൽ വരാൻ പോവാണെന്നുള്ള ഒരു കാര്യം അവന്റെ മനസ്സിലേക്ക് വരികയാണ്. പെട്ടെന്ന് ഞെട്ടിയാണ്, ആകെ ബഹളം വെച്ചു. അങ്ങനെ അതിനെ കാലിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പാടെ ഈ ഇവര് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങുന്ന മരണ സമാനമാണ്, മരിക്കുന്നതിന് സമാനം. കാരണം ഡെസേർട്ടിൽ ആ ഉച്ച നേരത്തെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ അല്ല, വേറൊരു വണ്ടി നിർത്തുക പോലുമില്ല. ആളുകൾ അങ്ങനെ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നിർത്താനും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് അവൻ നിർബന്ധിച്ചിറങ്ങി കാറ് മുന്നോട്ട് പോയി. അവർ പറഞ്ഞു, നീ മരിച്ചു പോകും ഇവിടെ നിന്നാൽ. അവരൊന്ന് ഭഗവത് ഞാൻ ഇല്ല നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വന്നു. ആ വന്ന വാഹനത്തിൽ കയറി. അപ്പോൾ ഇയാൾക്ക് ഈ വന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് വല്ലാത്തൊരു സംശയം, എന്താണ് മോനെ നീ എങ്ങനെ ഇവിടെ വന്നത്, ഈ മരുഭൂമിയിൽ എങ്ങനെ ഒറ്റപ്പെട്ടത്? അപ്പോൾ അവൻ്റെ കഥയൊക്കെ പറഞ്ഞു. കഥ പറഞ്ഞ പാടെ ഇയാൾ വാഹനം നിർത്തി. ആ വാഹനം അവിടെ നിർത്തിയിട്ട് ഉടനെ തന്നെ ചോദിക്കുക, തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഒരു കാർ കത്തിക്കരിഞ്ഞ് 3 ശരീരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ കഥ പിറ്റേ വെള്ളിയാഴ്ച സൗദിയിലെ ഒരു പള്ളിയിൽ ഒരു യുവാവ് അനുഭവം പങ്കുവെച്ചപ്പോൾ അവിടുത്തെ ഖത്തീബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹിദായത്ത് എന്നുള്ളത്. എനിക്ക് നന്നാവണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ സിറാത്തുൽ മുസ്തഖീമായ വഴിയിലൂടെ പോകണം എന്ന ചിന്ത ഉണ്ടെങ്കിൽ അള്ളാഹു അതിലേക്ക് വഴി ഒരുക്കി തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഞങ്ങളെ ഹിദായത്തിലാക്കണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത്, ഉസീകും തആനിൻ തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കലൂടെ ഹിദായത്ത് തേടിക്കൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞില്ല, യുറത്തുൽ ഖദാ ഇല്ലാ ബിദ്ദുആ. നമുക്കൊക്കെ അള്ളാഹ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിച്ചിട്ടുണ്ട്, മരിക്കുക ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കും. നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നാൽ നമുക്ക് റോളുള്ള ഒരു കാര്യമുണ്ട്, ആത്മാർത്ഥമായ പ്രാർത്ഥന. അതാവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൻ്റെ അപ്പുറം നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഇവിടെ ഇപ്പോൾ പള്ളിയിൽ 2 കാറ്റഗറിയാണ് ഇരിക്കുക. ഒന്ന്, ഉമ്മ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലാത്തവർ. 2, ഉമ്മ ജീവിച്ചിരിപ്പുള്ളവർ. ജീവിച്ചിരിപ്പുള്ള ഉമ്മ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം കിട്ടാനില്ല. മാതാവിൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ഉമ്മ മതി. ഉമ്മയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒരു മുസ്ലിമിന് അതിന് ഏറ്റവും പ്രധാനം. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് എന്നിട്ട് പറയാം എന്ന് പോലും പറയാതെ
നൊന്ത് പ്രസവിച്ച ഉമ്മാനോട് ഏറ്റവും നല്ല മര്യാദ കാണിക്കുന്നവനാ മുസ്ലിം. അതാ നേരത്തെ പറഞ്ഞത്, നിസ്കരിച്ചത് കൊണ്ടായില്ല. നിസ്കാരം പ്രധാനമാണ്, നോമ്പ് പ്രധാനമാണ്, ഇതൊക്കെ പ്രധാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനം നല്ല മനുഷ്യനാകുന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഏറ്റവും നല്ല മനുഷ്യനാവുക. മനുഷ്യര് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരും. പക്ഷേ അത് അള്ളാഹുവോട് പറഞ്ഞ് തിരുത്തിക്കൊണ്ട് ഹസൻ എന്നുള്ള വാക്ക്, ഗുഡ്, എക്സലന്റ്, എക്സലന്റ്, അതിനേക്കാൾ നല്ല, ഏറ്റവും ടോപ്പായി അഹ്സനായിട്ട് മാറുക, ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറുക. അതിനാദ്യം നന്നാവേണ്ടത് കൽബിൻ്റെ അകമാണ്, നല്ല മനസ്സുണ്ടാവുക. എന്നിട്ട് ആ മനസ്സിൽ ഇഖ്ലാസിലേക്ക്, നല്ല ഇഖ്ലാസ് നിയ്യത്ത് ഉണ്ടാവുക. അങ്ങനെ നിയ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ലാഹു സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് നമ്മൾ നയിക്കും. അതിനൊക്കെ ഏറ്റവും പ്രധാനം കൽബിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, സ്വർഗത്തിലേക്ക് പോകണം. 2026 കടന്ന് 2200 എന്ന് പറഞ്ഞ കൊല്ലം ഉണ്ടായേക്കാം, 2200 എന്നുള്ള കൊല്ലം ഉണ്ടായേക്കാം. ചിലപ്പോൾ ആ വർഷത്ത് ഭൂമി ഉണ്ടാവാം, അന്ന് ചിലപ്പോൾ ഈ ക്യാമ്പസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ വേറെ കുട്ടികൾ, നമ്മുടെ മക്കളുടെ മക്കളൊക്കെ ഇവിടെ നിന്ന് പഠിച്ചേക്കാം, വേറെ പലരും ഇവിടെ വന്നേക്കാം. അന്ന് നമ്മളിവിടെ ഉണ്ടാവില്ല. പക്ഷേ അതിനു മുമ്പ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മരിക്കണം. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടവരാകണം. അള്ളാഹു ഇഷ്ടപ്പെടാൻ അധികം ഒന്നും വേണ്ട. നമ്മുടെ സമ സൃഷ്ടികളോട്, വീട്ടിൽ, അയൽവാസികളിൽ, സുഹൃത്തുക്കളിലൊക്കെ എല്ലാവരും നല്ല മനുഷ്യൻ എന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ നല്ല ആളാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹം എങ്ങനെയായിരിക്കും, എനിക്ക് നല്ല ആളാകണം, അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഏറ്റവും ആദ്യം ആ സർട്ടിഫൈ ചെയ്യേണ്ടത് ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എല്ലാവരും അറിയുന്ന ഹദീസാണ്. ഒരിക്കലും ഒരു സഹാബി വന്ന് ചോദിക്കണം, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെടേണ്ടത് ആരോടാണ്? ഉമ്മാനോട്, 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 മൂന്നോട്. സ്വന്തം ഉമ്മയുടെ തൃപ്തി നേടാതെ, ഉമ്മ അവസാനമായിട്ട് മരിക്കുന്നതിന് മുമ്പ് ഉമ്മാന്റെ പൊരുത്തം നേടാതെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആ ജീവിതം തന്നെ വല്ലാത്ത പ്രയാസമായി. അതുകൊണ്ട് ഉമ്മാന്റെ ഇഷ്ടം നേടിക്കൊണ്ട്, വീട്ടുകാരുടെ ഇഷ്ടം നേടിക്കൊണ്ട്, സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഇഷ്ടം നേടിക്കൊണ്ട് നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ നിങ്ങളുടെ നന്നായ ഹൃദയമാണ്. അത് നന്നാകാനുള്ള നിരന്തരമായ ദുആയും പ്രാർത്ഥനയും തേട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും പ്രധാനം ദുആയാണ്. അല്ലാഹുവേ, സർവശക്തനായ റബ്ബേ, ദുആ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, എന്നോടല്ലാതെ ജീവിതത്തിൽ ഇന്ന് വരെ ആരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുവേ, നീ പ്രാർത്ഥിക്കുകയുമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബകങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ പോരായ്മകൾ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ മുമ്പിൽ 5 നേരം സുജൂദ് ചെയ്യുന്നവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബകങ്ങളിൽ ഈമാൻ കൊണ്ട് നടക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ നല്ല ഹിദായത്തിന്റെ വഴിയിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ മാർഗത്തിൽ മുന്നിൽ നിൽക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും നിന്നെ തിരിച്ചറിയാനും പറ്റുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കൽബിൽ വരുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാനെ, ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉമ്മ, ഈ ഭൂമിയിൽ മറ്റാരെക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മാക്ക് നീ അസുഖങ്ങളൊന്നും വരുത്തല്ലേ അല്ലാഹ്. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ഉമ്മാക്ക് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉമ്മാക്ക് ആക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ ഉപ്പായും ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ കിടപ്പിലാക്കുന്ന അവസ്ഥ വരുത്തണ്ടേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹപാഠികൾ, അല്ലാഹുവേ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറാനുള്ള സൽ സ്വഭാവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് നിഅമത്ത് നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്.
അള്ളാഹു ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വഴിയിൽ പ്രയാസപ്പെടുന്നവർ അള്ളാഹുവെ നീ സഹായിക്കണേ അല്ലാഹ്. പട്ടിണി മരണങ്ങളുള്ള ലോകത്താണ് അല്ലാഹ്. പട്ടിണിക്കാരായ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ ഭക്ഷണം ഇന്നത്തെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന പട്ടിണി പാവങ്ങളുടെ ലോകത്ത് അള്ളാഹുവെ എല്ലാവരുടെയും വയറ് നിറക്കണേ അല്ലാഹ്. അള്ളാഹുവെ കരുണ കാണിക്കണേ അല്ലാഹ്. മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫയാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.